ഈ സെഷൻസ് കേറുന്ന മുമ്പ് ഞാൻ ഫുൾ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഫുൾ ഡൗൺ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഫുൾ എനർജറ്റിക്കും ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ എനിക്ക് പറ്റെ കുറഞ്ഞ് നല്ല റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിലും എല്ലാം മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. ഫുൾ ദേഷ്യം ഫുൾ പ്രകടിപ്പിക്കലായിരുന്നു, കുട്ടിനോടായാലും ഹസ്ബൻഡിനോടായാലും എല്ലാരോടും. പക്ഷെ ഇപ്പൊ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനും എന്റെ ഇമോഷൻസ് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ നല്ലോണം കഴിയുന്നുണ്ട്. പിന്നെ അമേസിങ്. ഉം, ഏഹ്, ആരും ഇന്ന് മനസ്സിലാക്കാത്ത പോലെ എനിക്ക് ആദ്യമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡ് ഇപ്പൊ നല്ല നല്ല മാറ്റം വന്നാൽ നല്ല മാറ്റം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ ഇതുവരെ ഹസ്ബൻഡിന്റെ അടുത്ത് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അതൊക്കെ കിട്ടി തുടങ്ങി. ഞാൻ അനുഭവിച്ചു തുടങ്ങി. കുട്ടിനോടായാലും ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ എനിക്ക് പെരുമാറാൻ കഴിയും. ആദ്യം ഞാൻ ഭയങ്കര റൂഡായിട്ട് തന്നെ പെരുമാറി. ഇപ്പൊ നല്ല ചേഞ്ച് ഉണ്ട്. ഞാനിന്ന് അത്ഭുതപ്പെട്ടു എങ്ങനെ ഞാൻ ഇങ്ങനെ മാറിയെന്ന്. പിന്നെ ഈ സെഷനിൽ കയറിയത് കൊണ്ട് മാത്രമാണ് ഞാൻ മാറിയിട്ടുണ്ട്. നമ്മളെ മൈൻഡിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാ കാര്യവും എന്നെ കൊണ്ട് കഴിയും എന്നുള്ള രീതിയിൽ ചെയ്താൽ എന്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഹസ്ബൻഡ് വരുന്ന സമയത്ത് 3 ഡേയ്സ് കഴിഞ്ഞാൽ രണ്ടാളും ഭയങ്കര അടിയായിരിക്കും. പക്ഷെ ഈ പ്രശ്നം ചേഞ്ച് ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിനോട് പോയപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത് പോലും ഞാൻ അത്ഭുതപ്പെട്ടു. ഹസ്ബൻഡിനുള്ള മാറ്റങ്ങൾ കണ്ടപ്പോൾ എന്തായാലും ഇത് ഈ സെഷനിൽ കയറി ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവില്ല. കയറിയതിൽ എന്തായാലും ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ എന്തായാലും നടക്കും. അത് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് അത്രയും ചേഞ്ചുകൾ എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും 9 സെഷനും അതിന്റെ ഇടയ്ക്ക് ചേഞ്ച് വരികയാണെങ്കിൽ എന്തായാലും ആർക്കും എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും എന്തായാലും ചേഞ്ച് വരും.